ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഗംഗാധരനും ശിവനും രാജീവനും. പക്ഷേ ഈ നടന്ന സംഭവങ്ങളൊന്നും, അതായത് അലീന വൈജയുടെ മകളാണെന്നുള്ള കാര്യം വൈജയന്തി അറിയരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പോലീസുകാരൻ വരുന്നുണ്ട്. പോലീസുകാരോടും അതുപോലെ തന്നെ രാജീവനോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് അലീനനെ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ തിരിച്ചു കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ഡിമാൻഡ് ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട്, അതായത് ഗംഗാധരനും രാജീവനും ശിവനും ബാലേന്ദ്രനും പോലീസുകാരൊക്കെ കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതൊരു 20 ഏക്കർ പറമ്പിൽ ഒരു കെട്ടിടം എന്ന് പറഞ്ഞിട്ട് രാജീവൻ്റെ അളിയൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ അതിന് മുമ്പായിട്ട് അലീനയുടെ അടുത്തേക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം അലീനയാണെന്നുണ്ടെങ്കിൽ വാതിൽ പൂട്ടിയിട്ടിരിക്കണം. അപ്പം ജനലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇവർ വരുന്നത്. ഇവർ വരുന്ന സമയത്ത് അലീനനെ കാണുമ്പോൾ ബാലേന്ദ്രൻ ആകെ വിഷമാവാണ് കേട്ടോ. ബാലേന്ദ്രനെ മോളെ നിന്ന് വിളിച്ചിങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴേക്കും അലീനയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓടി ചെല്ലുന്നുണ്ട് ടച്ചാന്ന് വിളിച്ചിട്ട്. അങ്ങനെ ജലൻ്റെ ഇടയിൽ കൂടെ തന്നെ കൈയിട്ടിട്ട് അലീന ശരിക്കും ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അതിന് രണ്ടുപേരും കൂടിയിട്ട് ആകെ കരയുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രനും എല്ലാവരും കൂടി ഉള്ളിൽ കയറുകയാണ്. ഉള്ളിൽ കയറിയതിന് ശേഷം അലീനനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. രാജീവനുണ്ട്, ശിവനുണ്ട്, ഗംഗാധര മേനോനുണ്ട്, എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിസ്റ്റർ വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇന്നലെ മേഡത്തിനെ നോക്കാനായിട്ട് ഒരു പെൺകുട്ടി വന്നിരുന്നില്ല, മോളാണെന്ന് പറഞ്ഞിട്ട്. ആ കുട്ടീനെ കാണാനില്ല എന്നാണ് പറയുന്നത്. പോലീസുകാരുടെ അന്വേഷണത്തിനായിട്ട് വന്നിരുന്നു, ഞങ്ങളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ആരോ തട്ടിക്കൊണ്ടുപോയാണെന്നാണ് പറയണമെന്നൊക്കെ വൈജയന്തിയോട് പറയണം കേട്ടോ. വൈജയന്തിക്ക് അറിയാം വൈജയന്തിയുടെ ആങ്ങളമാരായിരിക്കും അത് ചെയ്തിട്ടുള്ളതെന്ന്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.